السلام عليكم ورحمة الله. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهدي الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد مصطفى صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചും പകർത്തിയും പടച്ച റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയോടു കൂടിയൊരു ജീവിതം എല്ലാവരും നയിക്കണമെന്ന് സ്വയം മറക്കാതെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളായ മുവഹ്ഹിദുകളായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഏറെ പവിത്രമാക്കപ്പെട്ട ഒരു പുണ്യമായ മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് തന്നെ 12 മാസങ്ങൾ അള്ളാഹു തആല അവ കറങ്ങി വരുന്ന രൂപത്തിൽ, തിരിഞ്ഞു വരുന്ന രൂപത്തിൽ ആക്കി തീർക്കുകയുണ്ടായി. അസ്സമാനു ഖദ് ഇസ്തദാറക ഐഹതി യൗമ ഖലഖ അല്ലാഹു അസ്സമാവാതി വൽ അർദ്
അസ്സനതു ഇസ്ന അശറ ശഹ്റൻ മിൻഹ അർബഅത്തുൻ ഹുർമുൻ. ആ 12 മാസങ്ങളിൽ 4 ഏറെ പവിത്രമായതാണ്, ഏറെ പുണ്യകരമായ മാസമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് തന്നെ പടച്ച തമ്പുരാൻ അങ്ങനെയാണ് അതിനെ നിജപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സലാസത്തുൻ മുത്തവാലിയാത്തുൻ, 3 മാസങ്ങൾ തുടർച്ചയായി വരുന്ന മാസങ്ങളാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ വൽ മുഹറം. അപ്രകാരം തന്നെ 4ാമതെണ്ണി വറജബു മുളർ അല്ലദീ ബൈന ജുമാദ് വശഅബാൻ, ശഅബാനിനെയും ജുമാദിനെയും ഇടയിലുള്ള റജബ് മാസവും. ഈ 4 മാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ, പുണ്യമാക്കിയ മാസങ്ങളാകുന്നു. ഈ മാസങ്ങളിൽപ്പെട്ട ഒരു മാസത്തിലൂടെ, ദുൽഖഅദിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഏറെ പുണ്യവും പ്രാധാന്യവുമുള്ള ദുൽഹിജ്ജയുടെ ദിവസങ്ങളിലേക്ക് നാം പ്രവേശിക്കാനിരിക്കുകയാണ് വിശ്വാസികളെ. ഈ സമയത്ത് നമ്മളെല്ലാവരും നമ്മളെക്കുറിച്ച് ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇഹലോകത്ത് നമ്മൾ ജീവിക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ സഹിക്കുന്നുണ്ട്. ഇവിടെയുള്ള ജീവിതത്തിലെ നല്ല ഒരു ഭക്ഷണവും നല്ല ഒരു പാർപ്പിടവും നല്ല രൂപത്തിലുള്ള ഒരു സ്റ്റാറ്റസും ഒക്കെ ലഭിക്കണമെങ്കിൽ, മക്കളുടെ പഠന രീതിയും വിദ്യാഭ്യാസവും ആരോഗ്യവും മറ്റെല്ലാ മേഖലയും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നല്ലവണ്ണം അധ്വാനിക്കണം, സമ്പാദിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഒരു മനുഷ്യൻ ഐഹികമായ ദുനിയവിയായ ജീവിതത്തിൽ അവൻ അല്ലാഹു തആല ഒരുപാട് അവസരങ്ങൾ ബിസിനസ് ചെയ്യാൻ, ജോലി ചെയ്യാൻ, കൃഷി ചെയ്യാൻ, മറ്റു പല അവസരങ്ങളും സംവിധാനങ്ങളും അവന്റെ മുന്നിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതൊരു മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഈ ലോകത്തെ ജീവിതത്തിൽ അവൻ പ്രയാസങ്ങൾ അനുഭവിക്കും എന്നുള്ളതാണ്. ഇതേ രൂപത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ 4 ജീവിത ഘട്ടങ്ങളിൽ ഒന്നാണ് ഈ ലോകത്തെ ജീവിതമാകുന്ന ഒന്ന്. അത് നമുക്ക് അടുത്ത മരണാനന്തര ശേഷമുള്ള ബർസഖിയായ ഖബർ ജീവിതത്തിലേക്കുള്ള സമ്പാദ്യങ്ങൾ അത് ശേഖരിക്കാനും അത് കളക്ട് ചെയ്യാനും സമാഹരിക്കുവാനുമുള്ള അവസരമാണ്. അതിനൊരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിൽ പടച്ച തമ്പുരാൻ ഇട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ ആയുസ് കുറവാണ്, നമുക്ക് വളരെ കുറഞ്ഞ ആയുസ്സുകളേ ഉള്ളൂ, കുറഞ്ഞ അമലുകളെ ചെയ്യാനുള്ളൂ. പക്ഷേ പടച്ച തമ്പുരാൻ ആയിരക്കണക്കിന് ആയുസ് കൊടുത്ത നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആളുകൾ പോകുന്ന സ്വർഗലോകത്ത് നമ്മൾ പ്രവേശിക്കണം. അതേ രൂപത്തിൽ 50-ൽ പരം വക്ത് നമസ്കരിച്ച മൂസാ നബിയുടെ അനുയായികൾ പ്രവേശിക്കുന്ന സ്വർഗലോകം നമുക്ക് നൽകണം. അത് നീതിയായി, തുല്യമായി, അവരുടെ അമലിന് തുല്യമായിട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന് പ്രതിഫലം ഇരട്ടിയാക്കി തന്നു. നമ്മുടെ ഒരു ജമാഅത്ത് നമസ്കാരത്തിൽ 27 ഇരട്ടിയാണ്. അങ്ങനെ ഓരോരുത്തർക്കും അതുപോലെ തന്നെ ഓരോ സമയങ്ങൾ ലൈലത്തുൽ ഖദ്ർ 1000 വർഷങ്ങൾ ചെയ്യുന്ന പുണ്യമാണ് ഒരു ദിനരാത്രം കൊണ്ട് 60ഉം 70ഉം വയസ്സുകാലം ആയുഷ്കാലം ജീവിക്കുന്ന മനുഷ്യനും. ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ, സന്ദർഭങ്ങൾ അല്ലാഹു തആല നമ്മുടെ മുന്നിൽ ഇട്ടു തന്നു. ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ ദുരന്ത ഫലം, അതിന്റെ ദുഃഖം, അതിന്റെ ഖേദം, അതിന്റെ വിഷമം നാം അനുഭവിക്കുക തന്നെയാണ്. എപ്രകാരം ഐഹികമായ ദുനിയവിയായ ജീവിതത്തിൽ നമുക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ നല്ലൊരു ഓഫർ, ഒരു ഗോൾഡൻ ചാൻസ് നമ്മുടെ മുമ്പിൽ, ഒരു ജോലിയാകട്ടെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആകട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ലാഭമുണ്ടാകുന്ന ഒന്നാകട്ടെ, അത് വളരെ തുച്ഛമായ സമയം കൊണ്ടും തുച്ഛമായ കാശ് കൊണ്ടും വളരെ കുറഞ്ഞ എഫേർട്ട് കൊണ്ടുമൊക്കെ നമുക്ക് വലിയ ലാഭവും വലിയ നേട്ടവും ഒക്കെ സ്വായത്തമാക്കാൻ സാധിക്കുന്നത് നമ്മൾ കൈ വിട്ടു പോയാൽ, നാം അത് വാങ്ങിയിട്ടില്ലെങ്കിൽ, നാം അത് കരസ്ഥമാക്കിയില്ലെങ്കിൽ, കരഗതമാക്കിയില്ലെങ്കിൽ നമ്മൾക്ക് വരുന്ന ടെൻഷനും വിഷമവും പ്രയാസവും ദുനിയാവിൽ എത്രയാണോ ഇതിന്റെ ഇരട്ടിയായിരിക്കും വിശ്വാസികളെ പരലോകത്ത് വരിക. ഈ കഴിഞ്ഞ നീറ്റ് എക്സാമിൻ കഴിഞ്ഞൊരു വിദ്യാർത്ഥി പുറത്തിറങ്ങുമ്പോ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, ആ സ്റ്റുഡന്റിനോട് ഞാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ആ വിദ്യാർത്ഥി പറഞ്ഞത്, കുറച്ചും കൂടി ഞാൻ സമയം എനിക്ക് ലഭിച്ചത് ഇരുന്ന് നല്ലവണ്ണം ഡീപ്പായി
സ്റ്റഡി നടത്തിയിരുന്നെങ്കിൽ, ഒന്ന് പഠനം നടത്തിയിരുന്നെങ്കിൽ ഒന്നും കൂടിയും എനിക്ക് കൂടുതൽ രൂപത്തിൽ എനിക്ക് പ്രസന്റേഷൻ ചെയ്യാൻ, പെർഫോമൻസ് ചെയ്യാൻ പരീക്ഷയിൽ കഴിയുമായിരുന്നു. ഇതേ ഒരു അവസ്ഥ മരണപ്പെട്ട് ഇതാ മാത്തൽ ഇൻസാനു ഇൻഖത അമലുഹു, ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ ഈ ലോകത്ത് ജീവിതമാകുന്ന പരലോകത്തേക്ക് വേണ്ടി പണിയെടുക്കുന്ന, അധ്വാനിക്കുന്ന ചാൻസ്, അവസരം നഷ്ടപ്പെടും. അതിന്റെ അവസാനത്തെ വെല്ലുമുഴങ്ങും. പിന്നീട് മനുഷ്യൻ ഖേദിക്കും, ദുഃഖിക്കും. എനിക്ക് അവസരം കിട്ടിയിരുന്നെങ്കിൽ, ഞാൻ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ. വിശ്വാസികളെ, അത്തരത്തിലുള്ള വലിയൊരു അവസരമാണ് വരുന്ന ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള പുണ്യ ദിനരാത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഉപയോഗപ്പെടുത്തിയെങ്കിൽ, അമലു സ്വാലിഹാത്തുകൾ നമ്മൾ അതിൽ അനുവർത്തിച്ചെങ്കിൽ, അനുഷ്ഠിച്ചെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഒരാൾ അമലു സ്വാലിഹാത്ത് ആണാകട്ടെ പെണ്ണാകട്ടെ പ്രവർത്തിച്ചു കഴിഞ്ഞാലുള്ള പുണ്യം, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യന്നഹു ഹയാതൻ ത്വയ്യിബാ. ഒരാൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണ്, അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസം ഉണ്ടായിക്കൊണ്ട്, മിൻ ദക്കരിൻ ഔ ഉൻസാ, ഒരാണാകട്ടെ ഒരു പെണ്ണാകട്ടെ, വഹുവ മുഅ്മിനുൻ, അവൻ വിശ്വാസിയാണ്, അവൾ ഈമാനുള്ളവരാണ്, അവൾക്ക് ശിർക്കില്ല, അവന് ശിർക്കില്ല, അള്ളാഹുവിലുള്ള യഥാർത്ഥ വിശ്വാസമുണ്ട്, പരലോകത്ത് എന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്ന അടിയുറച്ച വിശ്വാസമുണ്ട്. അങ്ങനെ ഒരാൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, അള്ളാന്റെ റസൂല് കാണിച്ചു തന്ന മാതൃകയിലുള്ള പ്രവർത്തനങ്ങൾ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ, ഫലനുഹ്യന്നഹു ഹയാതൻ ത്വയ്യിബാ, നല്ല ഒരു ജീവിതം പരലോകത്ത് നാം അവന് നൽകും. പരലോകത്ത് നല്ല ഒരു ജീവിതം ലഭിക്കണം. ഈ ലോകത്ത് നല്ല ജീവിതം ലഭിക്കണമെങ്കിൽ ബിസിനസ് ചെയ്യണം, ജോലി ചെയ്യണം, ഇടപാടുകളും ഏർപ്പാടുകളും വ്യവഹാരങ്ങളും എല്ലാം ചെയ്യണം. എങ്കിലേ നല്ല സുഭിക്ഷമായ ഒരു ജീവിതം നമുക്ക് കഴിഞ്ഞുകൂടാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു പറയാ, അമലു സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ, മുഅ്മിനാണോ ശിർക്ക് ചെയ്യാതെയാണോ പ്രവർത്തിക്കുന്നത്, ഫലനുഹ്യന്നഹു ഹയാതൻ ത്വയ്യിബാ, നല്ല ഒരു ജീവിതം നൽകും. അത് മാത്രമല്ല, വലനജ്സിയന്നഹും അജ്റുഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ ഏറ്റവും നല്ല രൂപത്തിൽ, നല്ല കർമ്മങ്ങൾക്ക് നാം നല്ല പ്രതിഫലം നൽകുകയും ചെയ്യും. നല്ല കൂലി കിട്ടണോ, നല്ല ജോലി ചെയ്യണം. അത് അനുഷ്ഠിക്കാൻ, അത് അമല് ചെയ്യാൻ അതിനുള്ള അവസരമാണ് പടച്ച തമ്പുരാൻ നമ്മുടെ മുമ്പിലേക്ക് വിശ്വാസികളെ ഇട്ട് തന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ ഖേദവും ദുഃഖവും പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിലൂടെ പറയാ. അള്ളാഹുവിലേക്ക് മടങ്ങാൻ, പടച്ച തമ്പുരാനിലേക്ക് നന്മകൾ അനുഷ്ഠിക്കാൻ, അനുവർത്തിക്കാൻ ഒരാൾക്ക് അള്ളാഹു തആല അവസരം കൊടുത്തു. എന്നിട്ട് അയാൾ അത് ഉപയോഗപ്പെടുത്തിയില്ല, അത് നേരെ ചെവി കൊണ്ടില്ല. അയാളോട് പറയുവാ, അനീബൂ ഇലാ റബ്ബിക്കും, നിന്റെ റബ്ബിലേക്ക് നീ ഖേദിച്ചു മടങ്ങിക്കോ. കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഓർത്ത് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിക്കോ. അസ്ലിമൂ ലഹു, റബ്ബിലേക്ക് നീ അവന്റെ റബ്ബിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചോ, മുസ്ലിമായി ജീവിച്ചോ. മിൻ ഖബ്ലി അയ്യതിയകുമുൽ അദാബ് സുമ്മ ലാ തുൻസറു, ശിക്ഷ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മരണം വരുന്നതിന് മുമ്പ്. വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങൾ റബ്ബിന്റെ അടുക്കൽ നിന്ന് ഇറങ്ങിയ ഖുർആനില്ലേ അത് പിൻപറ്റി ജീവിച്ചോ. ആരെങ്കിലും ഇമാമുകൾ പറഞ്ഞു, ഇന്ന ത്വരീഖത്ത് പറഞ്ഞു, ഇന്ന ഷെയ്ഖ് പറഞ്ഞു, ഇന്ന അമീർ പറഞ്ഞു, ഇന്ന വലിയ ആളുകൾ പറഞ്ഞു, ഇന്ന പണ്ഡിതൻ പറഞ്ഞു, അതല്ല പോകേണ്ടത്. നീ ഖുർആനാണ്, ഹദീസാണ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സലഫു സാലിഹീങ്ങളുടെ ചര്യകളാണ് പിൻപറ്റേണ്ടത്. അള്ളാഹുവിന്റെ ഖുർആനിൽ എന്ത് പറഞ്ഞുവോ അതാണ് അനുസരിക്കേണ്ടത്. അതനുസരിച്ച് നീ അങ്ങനെ പറഞ്ഞ് പ്രവർത്തിച്ചാൽ നീ പ്രവർത്തിക്കണം. ഇത് ചെവി കൊള്ളാത്ത ആൾക്കുള്ള ഖേദം പരിശുദ്ധ ഖുർആൻ പറയാൻ, തഖൂല നഫ്സുൻ യാ ഹസ്റതാ അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ്, എന്റെ നഷ്ടമേ, എന്റെ ഖേദമേ, ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ വീഴ്ച വരുത്തിയല്ലോ. എന്റെ നമസ്കാരം നേരെ ചൊവ്വയായിട്ടില്ല, അത് ജമാഅത്തായി കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്റെ ഖുർആൻ പാരായണം നേരെയായിട്ടില്ല, എന്റെ സക്കാത്ത് കണക്ക് കൂട്ടി കൊടുത്തിട്ടില്ല, ഹജ്ജ് ചെയ്യാനുള്ള കഴിവും ശേഷിയും അതിനുള്ള ത്രാണിയും ഉണ്ടായിട്ട്
ഞാൻ മറ്റു പല ഒരുപാട് സാമ്പത്തികമായ മേഖലയും അഭിവൃദ്ധിയും, എൻ്റെ വീടും എൻ്റെ മക്കളുടെ കല്യാണവും എൻ്റെ മക്കളുടെ പഠിപ്പും എല്ലാം വലിയ സമ്പത്ത് ഉപയോഗപ്പെടുത്തി എല്ലാം ചെയ്തു. പക്ഷേ ഹജ്ജ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചില്ല. എല്ലാം ചെയ്തു. എന്നിട്ട് ആ മനുഷ്യൻ പറയാ, മലമാ ഫറതു ഫീ ജംബില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ വീഴ്ച വരുത്തി. അവസരം കിട്ടിയിരുന്നു. വൈൻ കുന്തു ലമിനൽ സാഖിരീൻ, ഞാൻ പരിഹസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ. ആരാ ഇപ്പൊ അങ്ങനെയൊക്കെ പുണ്യുണ്ട് എന്ന് പറഞ്ഞ്, ആരാ ഇത്രയൊക്കെ പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞ്? കഴിഞ്ഞ ഖുതുബയിൽ നിങ്ങൾ കേട്ടില്ലേ, ഹജ്ജിന് തുല്യമായ പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങളെ കുറിച്ച് ഖതീബുമാർ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തി. സുബഹി നമസ്കാരം കഴിഞ്ഞൊരു മനുഷ്യൻ അവിടെ ഇരുന്ന് ദിക്ർ ചൊല്ലി മൊബൈലുകളിലോ റീൽസുകളിലോ കളിക്കാതെ, മറ്റു സംസാരങ്ങളിലോ ഇടപഴകാതെ അയാൾ ദിക്റുകൾ ചൊല്ലി അവിടെ ഇരുന്നു. എന്നിട്ട് അയാൾ ഇശ്റാഖ് നമസ്കാരം നിർവഹിച്ചു പോയാൽ പൂർണ്ണമായൊരു ഹജ്ജിന്റെ ഉംറയുടെ പ്രതിഫലം ലഭിക്കുമെന്ന ഹദീസ് നമ്മൾ പഠിച്ചില്ലേ? ചില ആളുകൾ ചോദിക്കും, ഓ അങ്ങനെ ഹജ്ജ് ചെയ്യുന്ന കൂലി ഇവിടെ തന്നെ കിട്ടുകയാണെങ്കിൽ പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് അങ്ങോട്ട്? പല പരിഹസിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ വരാനിരിക്കുന്ന ദുൽഹജ്ജിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ ഏറെ പുണ്യമുള്ളതാണ്, പ്രാധാന്യമുള്ളതാണ്. അത് പറയുമ്പോഴും കളിയാക്കുന്നവരും പരിഹസിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞു പോകും. എന്താണ് അവർ പറഞ്ഞു പോവുക? പടച്ചോനെ, വഇൻ കുന്തു ലമിന സാഖിരീൻ, പരിഹസിക്കുന്ന ആളുകളിൽ ഞങ്ങൾ പെട്ടുപോയി. എന്നിട്ട് അവരുടെ ഖേദം നോക്കൂ നിങ്ങൾ. അവർ പറയുന്ന ഒരു വാക്ക്, എനിക്കൊരവസരം അല്ലാഹു എനിക്ക് ഇനി തരുമോ? അത് മരിക്കണ സമയത്ത് ആഗ്രഹിക്കും. റബ്ബേ, ഒരു അവസരം തരുമോ? ഞാൻ സൽക്കർമ്മങ്ങളൊക്കെ നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരവും ആയുസ്സും ആരോഗ്യവും ആഫിയത്തും എല്ലാം എന്റെ മുന്നിലുണ്ടായിട്ട് ഞാനത് ചെയ്തില്ല, വീഴ്ച വരുത്തി. എനിക്കൊരു അവസരം തരുമെന്ന് മരിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ നരകലോകത്തേക്ക് നന്ദി കെട്ട മനുഷ്യന് ആരോഗ്യം എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഇത് ചെയ്യാത്ത കാഫിറായ നിഷേധിയായ മനുഷ്യനെ അങ്ങോട്ട് എറിയുമ്പോ ആ നരകലോകത്ത് നിന്ന് വേദനിക്കുന്ന ശിക്ഷ അനുഭവിച്ച്, ലൗ അന്നലി കറതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ, എനിക്ക് അവസരം തന്നാൽ ഞാൻ ഇഹ്സാൻ ചെയ്യാൻ, നന്മകൾ ചെയ്യാം. അതുകൊണ്ട് വിശ്വാസികളെ, ആ ഒരു ഖേദവും ദുഃഖവും വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇട്ടു തന്നിട്ടുള്ള ഏറ്റവും സുവർണമായ ഒരു അവസരമാകുന്നു നമ്മുടെ ജീവിതം. ആ ജീവിതത്തിൽ നമുക്ക് സുവർണമായ ഓരോ അവസരങ്ങൾ, പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളിൽ ചില കർമ്മങ്ങൾ ചെയ്താൽ, പുണ്യമാക്കപ്പെട്ട മാസങ്ങളിൽ ചില കർമ്മങ്ങൾ ചെയ്താൽ, പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളിൽ ചില അമലു സ്വാലിഹാത്തുകൾ ചെയ്താൽ അതിനുള്ള പ്രതിഫലം ധാരാളമാണ്. ഇതൊക്കെ നമുക്ക് തന്നെ ഈ ഒരു അവസരമാകുന്ന ജീവിതം, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യകും അഹ്സനു അമല, അല്ലാഹു നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചു തന്നത് തന്നെ നന്നായി നിങ്ങളിൽ അമൽ ചെയ്യുന്നത് ആരാ എന്നറിയാനാ. ഇത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഖേദിക്കും വിശ്വാസികളെ. അല്ലെ, ഞാൻ അന്ന് നന്നായി പഠിച്ചിരുന്നു, എനിക്കൊരു ജോലി കിട്ടുമായിരുന്നു, എന്റെ കൂടെയുള്ള ആളുകളൊക്കെ വലിയ ജോലിയില്ല. അന്ന് ഞാൻ ആ ചെറിയ തുച്ഛമായ വിലക്ക് എന്റെ കയ്യിൽ വന്ന ആ ചെറിയ കാശിന് കിട്ടുന്ന ആ സ്ഥലം ഇന്ന് കോടികൾക്കും ലക്ഷങ്ങൾക്കും വിറ്റുപോയി. അത് അന്ന് ഞാൻ വാങ്ങിയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടെന്ന് ഖേദിക്കും പോലെ, ഇന്ന് ഞാൻ ഇഹലോകത്ത് വെച്ച് അമല് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് പ്രതിഫലം നാളെ പരലോകത്ത് ലഭിക്കുമായിരുന്നു, ഖേദിക്കും. അതുകൊണ്ട് ആ ഒരു ബോധത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുക, ചിന്തിക്കുക. വിശ്വാസികളെ, നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആ ഒരു പരലോകത്തിന് വേണ്ടിയുള്ള പടിയെടുക്കാനുള്ള അവസരം, അതിനുള്ള സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുകയാണ് വിശ്വാസികളെ. അതാണ് അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്ന ഏറെ പുണ്യമാക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ആ ദിവസത്തെ കുറിച്ച് പറഞ്ഞത്, വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതം തന്നെയാണ് സത്യം, 10 രാത്രികൾ തന്നെയാണ് സത്യം. ഈ 10 രാത്രികൾ ഏതാ? തഫ്സീർ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്, അൽ മുറാദു ബിഹാ അശ്റു ദിൽ ഹിജ്ജ കമാ ഖാലഹാ ഇബ്നു അബ്ബാസ് വ ഇബ്നു സുബൈർ വ മുജാഹിദ് വ ഗൈറു വാഹിദ് മിന സലഫ് വൽ ഖലഫ്. എല്ലാ മുൻഗാമികളായ ആളുകളിൽപ്പെട്ട ആളുകൾ, ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹിയെ പോലെ, മുഫസ്സിറായ സുബൈർ റഹ്മത്തുള്ളാഹിയെ പോലെ, മുജാഹിദ് റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള ആളുകളൊക്കെ അഭിപ്രായപ്പെട്ടത്, ഈ ദിവസം 10 രാത്രികൾ എന്ന് പറഞ്ഞാൽ അത് ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ
അടുത്ത തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയിട്ട് നമ്മളിലേക്ക് കടന്നു വരാൻ അടുത്ത 18-നോ 19-നോ ആയിട്ട് മാസപ്പേരുടെ അടിസ്ഥാനം നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്ന പുണ്യമാക്കപ്പെട്ട ദിവസം, അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തേക്കുള്ള സുവർണ അവസരമാണ് പടച്ച തമ്പുരാൻ തരുന്നത്. ആ ഒരു ഓഫറിനെ മനസ്സിലാക്കണം വിശ്വാസികളെ. അതിന് നമ്മൾ അറിഞ്ഞുകൊണ്ട് പെരുമാറണം വിശ്വാസികളെ. ഇത് നമ്മൾ മനസ്സിലാക്കുക, ചിന്തിക്കുക. ഇങ്ങനെയുള്ള ഒരു പുണ്യമായ ദിവസങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് ഓരോ ആളുകളും നമുക്ക് കിട്ടുന്ന ആയുഷ്കാലത്തുള്ളത് നല്ലപോലെ ഉപയോഗപ്പെടുത്തുക. ഇല്ലെങ്കിൽ നമുക്ക് ഖേദം വരുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഏറ്റവും നല്ല മനുഷ്യൻ ആരാ? പ്രവാചകന്റെ സദസ്സിലേക്ക് വന്നുകൊണ്ടൊരു മനുഷ്യൻ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈറൻ, ഏറ്റവും ഉത്തമരായ മനുഷ്യൻ ആരാ നബിയേ? മൻ ത്വാല ഉംറുഹു, ഒരാൾക്ക് ആയുസ് ലഭിച്ചു, കുറെ റമദാനുകൾ ലഭിച്ചു, കുറെ ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ ലഭിച്ചു, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരുപാട് പുണ്യമായ സമയങ്ങളും ദിവസങ്ങളും ഒക്കെ ലഭിച്ചു. വഹസുന അമലുഹു, അയാളുടെ അമലുകൾ നന്നായി പ്രവർത്തിച്ചു, അയാളാണ് ഏറ്റവും നല്ലത്. അപ്പൊ അയ്യുന്നാസി ശർറുൻ, ഏറ്റവും മോശമായ മനുഷ്യൻ ആരാ? ശരീരമില്ലാത്ത ചുക്കിച്ചുളിഞ്ഞ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത അതാണോ? അല്ല. ഏറ്റവും മോശമായ ആൾ മൻ ത്വാല ഉംറുഹു വസഅ അമലുഹു, ആയുസ്സും ആരോഗ്യവും എല്ലാം ലഭിച്ചു, അവന്റെ പ്രവർത്തനങ്ങളൊക്കെ മോശമായി പോയി എന്നുള്ളതാ. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുക, ചിന്തിക്കുക. ഏറെ പുണ്യമായപ്പെട്ട ദിവസം നമ്മളിലേക്ക് വരികയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസങ്ങളെയൊക്കെ അല്ലാഹുവും റസൂലും സൂചിപ്പിച്ചിട്ടുള്ളത് തന്നെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന രൂപത്തിലാ. എന്താണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? അതിന്റെ പുണ്യങ്ങള്, അതിന്റെ പ്രാധാന്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ. എത്രയാണ് അതിന്റെ പുണ്യം എന്നറിയുമോ? സ്വഹാബികൾ ചോദിച്ചില്ലേ? സ്വഹാബികൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോ ഏറ്റവും പുണ്യകരമായ മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അബ്ബു ഇലല്ലാഹ്, ഏറ്റവും പുണ്യമാക്കപ്പെട്ട ദിവസങ്ങൾ അമൽ സ്വാലിഹാത്തുകൾ ചെയ്യാൻ അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയങ്കരമാണ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടകരമാണ്. അഹബ്ബു ഇലല്ലാഹ് ഒരു സ്ഥലത്ത് അത് പ്രയോഗിച്ചത് അങ്ങനെ. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത്, ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് മിൻ ഹാദിഹിൽ അയ്യാം, ഈ ദിവസങ്ങളിൽ. ആ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? ആ ദിവസം, ആ ദിവസമാണ് യഅനിൽ അശറ. ഖാലു യാ റസൂലല്ലാഹ്, ഈ 10 ദിവസങ്ങൾ, ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസം. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹി വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിലുള്ള ജിഹാദില്ല നബിയെ. തന്റെ ശരീരവും തന്റെ ധനവും തന്റെ കുടുംബത്തെയും ഒക്കെ വീട്ടിലായി ഒറ്റക്കാക്കിക്കൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ ഷഹീദാകാൻ വേണ്ടി വരുന്ന മനുഷ്യനില്ലേ? അങ്ങനെയുള്ള ജിഹാദിനേക്കാളും വലുതാണോ നബിയെ? അതിനേക്കാളും പുണ്യമുള്ളതാണോ നബിയെ ഈ ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ? ഖാല വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിലുള്ള ഒരു ജിഹാദ് ഒഴികെ. ഏതാണ് ആ ജിഹാദ്? ഇല്ലാ റജുലൻ, ഒരാള് ഖറജ ബിനഫ്സിഹി, അയാളുടെ ശരീരവുമായി അള്ളാന്റെ മാർഗത്തിൽ പുറപ്പെട്ടു, വമാലിഹി, തന്റെ ധനവുമായി അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പുറപ്പെട്ടു, ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ, അതിൽ നിന്നൊന്നും തിരിച്ചു കൊണ്ടുവരാതെ ഒക്കെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചു, അയാളെ ശരീരം അള്ളാന്റെ മാർഗത്തിൽ ബലി അർപ്പിച്ചു, അങ്ങനെ ഷഹീദായി. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ജിഹാദ് കഴിഞ്ഞാൽ മറ്റുള്ളതിനേക്കാൾ എല്ലാം വലുതാകുന്നു ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. വിശ്വാസികളെ, അത്ര മഹത്വമുള്ളതാണ്. ഒരു സ്ഥലത്ത് അങ്ങനെയാണ് അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. എന്നാൽ വേറെ റിവായത്തിൽ കാണുന്നത് എന്താ വിശ്വാസികളെ? മൽഅമലു ഫീ അയ്യാമിൽ അശ്രി അഫ്ളൽ മിനൽ അമൽ, അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായത് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇനി മറ്റു ചില സന്ദർഭങ്ങളിലോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിക്കുക, മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അഅ്ളമായ, ഏറ്റവും മഹത്വമുള്ള ദിവസങ്ങൾ. 1 അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രിയപ്പെട്ടത്. രണ്ടാമത്തെ പ്രയോഗം അഅ്ളമു ഇൻദല്ലാഹ്, അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും വലുത് മഹത്തരമായത്. വലാ അഹബ്ബു ഇലൈഹി മിൻ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്രി,
ഈ ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസം അവിടെ റസൂലുള്ള പറഞ്ഞു ആ ദിവസങ്ങളിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലണേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലുമ്പോൾ വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രയോജനപ്പെടണമെങ്കിൽ മഹാനായ മൊഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, യാ ഉലാം കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എപ്രകാരമാണ് മോനെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക? വഫീ ഖൽബിക കമ്മില, എത്ര ഇലാഹികളാണ്, എത്ര ആരാധ്യന്മാരാണ്, എത്ര നിനക്ക് ആപത്തുകളും അപകടങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും വരുമ്പോ നീ അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് നീ കൈകൾ ഉയർത്തുകയാണ്, നിന്റെ മനസ്സ് പോവുകയാണ്. അതൊക്കെ നിന്റെ മനസ്സിലുള്ള വിഗ്രഹങ്ങളാണ്. ആ ഇലാഹുകളെ വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ലാ യൻഫഉ തൗഹീദുൽ ലിസാൻ മഅ ശിർക്കിൽ ഖൽബി, ഹൃദയത്തിൽ ശിർക്ക് വെച്ചുകൊണ്ട് നാവ് കൊണ്ട് തൗഹീദിന്റെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അത് പ്രയോജനപ്പെടുകയില്ല എന്ന് മഹാനായ മൊഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലെ, അദ്ദേഹത്തിനെ തന്നെ 1000 വട്ടം വിളിക്കുന്ന ആളുകള് ഒരു വട്ടം ഒന്ന് ചിന്തിച്ചിട്ട് വിളിക്കുക വിശ്വാസികൾ. അദ്ദേഹമാ പറയുന്നത് അള്ളാഹുവിനോട് ഇജ്അൽ ഖൽബക മസ്ജിദാ, നീ നിന്റെ ഹൃദയത്തെ പള്ളിയാക്കണം. ഫഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിന്റെ പള്ളികൾ എന്ന് പറഞ്ഞ അള്ളാഹുവിനോട് കൂടെ വേറെ ഒന്നിനെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ മൊഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക. അങ്ങനെ അത് ഉൾക്കൊണ്ട് ഒറിജിനൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ യാ ശൈഖ് യാ മുഹ്ദി യാ അല്ലാഹ് രണ്ട് കൂട്ടി വിളിക്കൂല, അള്ളാഹനെ മാത്രമേ വിളിക്കുള്ളൂ. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക. വത്തക്ബീരി, തക്ബീർ ചൊല്ലണം, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം ദുൽഹിജ്ജ 1 മുതൽ 10 വരെ. വത്തഹ്മീദി, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയണം. വിശ്വാസികളെ ഇത് പറയുമ്പം വെറും നാവിൽ ഒതുങ്ങി നിൽക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കാരണം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹുവാണ് ഏറ്റവും വലുത്, റബ്ബാകണം. അള്ളാന്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കേൾക്കുമ്പോ പള്ളിയിലേക്ക് വരാൻ എന്റെ ജോലിയും എന്റെ കുടുംബം എന്റെ എല്ലാ തിരക്കും മുഴുവൻ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ അതിലേക്ക് വരാൻ തയ്യാറാകുക. അങ്ങനെയാ അല്ലാഹു അക്ബർ റെഡിയാവുക. അള്ളാഹ് ഹലാലാക്കിയ ഒരു കാര്യമുണ്ടെങ്കിൽ, അള്ളാഹ് ഹറാമാക്കിയ ഒരുപാട് ലാഭമുണ്ടെങ്കിൽ, നമുക്കൊരുപാട് കൗതുകമുണ്ടെങ്കിൽ, നമുക്കൊരുപാട് ഇഷ്ടമുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിനെയും കണ്ണിനെയും കാതിനെയും കുളിർമ നൽകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിലേക്ക് പോകരുത്. അല്ലാഹു അക്ബർ അല്ലാഹ് പറഞ്ഞതിലേക്ക് വരണം. അതേ രൂപത്തിൽ തഹ്മീദ് അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഒന്ന് നോക്കുക. എത്ര ആളുകൾ ഹോസ്പിറ്റലുകളും വീടുകളിലും ബെഡുകളിലും ഒക്കെ ശരീരം തളർന്നുകൊണ്ട്, വൃക്ക തകരാനായിക്കൊണ്ട്, ഹാർട്ടിന് പ്രശ്നമായിക്കൊണ്ട്, കൈകാലുകൾ കൊഴിഞ്ഞുകൊണ്ട്, ഷോക്കേറ്റ് കൊണ്ട് കിടക്കുന്ന ആളുകൾ, അല്ലെ, സ്ട്രോക്ക് വന്നുകൊണ്ട് പല രൂപത്തിലും പല രോഗങ്ങളും അനുഭവിക്കുന്ന ആളുകൾ. അപ്പ സഹോദരങ്ങളെ അൽഹംദുലില്ലാഹ് പറയുമ്പോൾ ഉൾക്കൊണ്ടുകൊണ്ട് പറയണേ. വീടില്ലാത്ത 10,000 നമ്മൾ സുന്ദരമായ വീടുണ്ട്. അങ്ങനെ ഓരോ ഉറക്കമില്ലാത്ത ആളുകൾ സുന്ദരമായി ഉറങ്ങുന്നത്, ഉറക്കം ഗുളിക കഴിച്ചിട്ട് ഉറക്കം വരുന്നില്ല, നമ്മൾ സുന്ദരമായി ഉറങ്ങാം. നമ്മൾ ആലോചിക്കുക, ഇതിനൊക്കെ ഓരോന്നും അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്മീദൊക്കെ പറയുമ്പോൾ അറിഞ്ഞുകൊണ്ട് ചെല്ലണം. അതേ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുക, വിശ്വാസികളെ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആഴമായ, ഏറ്റവും മഹത്തരമായ, അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അതേ രൂപത്തിൽ തന്നെ അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും അസ്ഖ, ഏറ്റവും പരിശുദ്ധിയുള്ള ദിവസങ്ങൾ, അതൊക്കെ ഈ ദിവസങ്ങളെ പറ്റി ഹദീസുകളിൽ സൂചിപ്പിച്ചത് കാണുവാൻ സാധിക്കും. ഇതിന്റെ പുണ്യവും പ്രാധാന്യവും ഏറാനുള്ള കാരണം മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഫത്ഹുൽ ബാരിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയധികം പുണ്യം ഈ ദിവസങ്ങൾക്ക്? വല്ലദീ യൽഹറു, ഇതിൽ നിന്ന് പ്രകടമാകുന്ന സബബ ഫീ ഇംതിയാസി അശരിൽ ദിൽഹിജ്ജ, ദിൽഹിജ്ജയുടെ ഈ പ്രാധാന്യം, പുണ്യം, പ്രത്യേകത, ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീഹി, എല്ലാ ഇബാദത്തുകളും, എല്ലാ പ്രധാനപ്പെട്ട ഇബാദത്തുകളും ആരാധന കർമ്മങ്ങളും ഒരുമിച്ച് കൂടുന്ന ദിനങ്ങളാകുന്നു ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. വഹിയ സ്വലാ, ആ സമയങ്ങളിൽ മനുഷ്യന്മാർ നമസ്കരിക്കുന്നുണ്ട്, ഫറളും സുന്നത്തും ഒക്കെ ഉണ്ട്. വസിയാം, നോമ്പുണ്ട്, അല്ലെ, നോമ്പുണ്ട് ആ ദിവസങ്ങളിൽ. വസ്വദഖത്തു, സ്വദഖയുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്. ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസം. വൽ ഹജ്ജു, ഹജ്ജുണ്ട്. ഹജ്ജിന്റെ കർമ്മം തന്നെ യൗമു തർവിയ തുടങ്ങുന്നത് ദുൽഹിജ്ജ 8-നാ, അല്ലെ. അതേ രൂപത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൂടുന്ന, സംഗമിക്കുന്ന വലിയ ഒരു പുണ്യകരമായ ദിവസങ്ങളാ ഈ 10 ദിനങ്ങൾ.
വിശ്വാസികളെ, അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇത് അറിഞ്ഞുകൊണ്ട് തന്നാൽ കഴിയുന്ന രൂപത്തിലൊക്കെ അതിനു വേണ്ടിയുള്ള പണിയെടുക്കണം വിശ്വാസികളെ. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നമ്മൾ നടത്തണം. നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു അവസരം ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊള്ളണമെന്നില്ല. ഏതൊരു സൽക്കർമ്മമാകട്ടെ, ഏതൊരു പുണ്യകർമ്മമാകട്ടെ, അത് നിസാരമാക്കാതെ തന്നെ നമ്മൾ അതിലേക്ക് പ്രവേശിക്കണം വിശ്വാസികളെ. അത്രയും പുണ്യമുള്ളതാ. ഇതിനു വേണ്ടി ഒക്കെ ഏറെ പ്രാധാന്യവും പുണ്യവും ഒക്കെ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കിയ ആളുകളായ വിശ്വാസികളെ, ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അതിന് നമുക്ക് പിന്നീട് ആ ഒരു അവസരത്തിന്റെ ഖേദം നമുക്ക് വല്ലാതെ ഉണ്ടാകുമെന്നുള്ളതാണ്. സ്വഹാബികളുടെയൊക്കെ ചരിത്രങ്ങൾ പറയുന്നിടത്ത് സ്വഹാബത്ത് പറയുന്നുണ്ട്, മഹാനായ ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരിക്കൽ മരിക്കാൻ കിടക്കുന്ന സമയം ഇദ്ദേഹം വല്ലാതെ കരയുകയും സ്വഹാബാക്കൾ ചോദിച്ചു, മാ യുബ്കിക, എന്താ നിങ്ങൾ ഇങ്ങനെ കരയിപ്പിച്ച വിഷയം? അദ്ദേഹം പറഞ്ഞൊരു വിഷയം എന്താ അറിയോ? എനിക്ക് സുന്നത്തായ നോമ്പുകൾ, ചൂട് കാലത്ത് ശക്തമായ ചൂടുള്ള സമയങ്ങൾ സുന്നത്തായ നോമ്പുകൾ എടുത്ത് ദാഹം സഹിക്കാനുള്ള ആ ഒരു അവസരം മരണത്തോടുകൂടി നഷ്ടപ്പെടുക. രാത്രി സമയങ്ങളിൽ ആ നല്ല തണുപ്പുള്ള ദിവസങ്ങളിൽ, സീസണുകളിൽ ആ സമയം എണീറ്റ് കൊണ്ട് വുളു ചെയ്ത് നമസ്കരിക്കുമ്പോൾ ആ തണുപ്പ് അനുഭവിക്കാനുള്ള രാത്രി നമസ്കരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുക എന്ന മരണത്തിലൂടെ അതാലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം, സങ്കടം, ദുഃഖം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ സൽക്കർമ്മങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോ, ഓരോ ജമാഅത്ത് മുടങ്ങുമ്പോ, ഒരു ദിവസം ഖുർആൻ ഓതാതെ പോയാൽ രാവിലെയും വൈകുന്നേരം ചെല്ലേണ്ട അദ്കാറുൽ സ്വബാഹും അദ്കാറുൽ മസാവും ഒക്കെ ചെല്ലാൻ വിട്ടുപോയാൽ നമുക്ക് ഈ പ്രയാസവും പ്രശ്നവും ഒക്കെ ഉണ്ടാകാറുണ്ട് വിശ്വാസികളെ. ദുനിയാവിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയാൽ നമുക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ അതിനേക്കാൾ വിഷമം പരലോകത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകണം. സ്വഹാബാക്കള് അത്രമാത്രം അതിനുവേണ്ടി പണിയെടുത്ത ആളുകളാ. മഹാന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണുവാൻ സാധിക്കും. എന്താണ് അബൂ ഹുറൈറ മരിക്കുന്ന സമയത്ത് ഇത്രയധികം കരയാൻ കാര്യമെന്ന് ചോദിച്ചപ്പോ, ഞാനൊരു ആഖിറത്തേക്കുള്ള യാത്രയില, എന്റെ പ്രവർത്തനങ്ങൾ കുറച്ചാണെന്ന് എനിക്ക് തോന്നിപ്പോവുകയാ. മഹാൻ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മാ നദിംതു അലാ ശൈഇൻ നദമി, എന്റെ ഖേദം ഗറബത്ത് ശംസുൻ, ഒരു ദിവസം സൂര്യൻ അസ്തമിക്കുകയും ആ ദിവസത്തിൽ ഫലം യസിദു ഫീഇ അമലി, എനിക്ക് അമലുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നഖസ ഫീഹി അജലി, എന്റെ അവസരം അവസാനിക്കുകയും എനിക്ക് അമലുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുകയും ചെയ്തില്ലെങ്കിൽ ഖേദം, ദുഃഖം. അല്ലെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ ബാങ്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഒക്കെ അത് നമുക്ക് വല്ലതുമൊക്കെ ഡിബേറ്റ് ആയി പോയാൽ, എങ്കിലൊക്കെ മൈനസ് ആയി പോയാൽ നമുക്ക് സങ്കടം. ദുനിയാവിന്റെ കാര്യത്തിൽ സ്വഹാബികള് പരലോകത്തിന്റെ കാര്യത്തിൽ കുറഞ്ഞു പോയാൽ അതുകൊണ്ട് അവസരം മുതലെടുക്കുക, ഉപയോഗപ്പെടുത്തുക. അല്ലാഹു മുത്തഖീങ്ങളായ ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ. അൽഹംദുലില്ലാഹ് ഹദാനാ ലിഹദാ വമാ കുന്നാ നഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് യാ അയ്യുന്നാസ് ഉസീകും വസാനി ബിതഖ്വല്ലാഹ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചും പകർത്തിയും പടച്ച റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ഒരു ജീവിതം നയിക്കണമെന്ന് സ്വയം മറക്കാതെ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളായ മുവഹിദുകളായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, നമ്മൾ മനസ്സിലാക്കി വരുന്ന വിഷയം ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളുടെ പ്രാധാന്യവും അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങി തയ്യാറെടുക്കണം എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ നിർദ്ദേശങ്ങളാണ്, ഉപദേശങ്ങളാണ്. അന്ന് ദുആകളിലും ദിക്റുകളിലുമായി കഴിഞ്ഞുകൂടണം. വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമി മഅലൂമാത്ത് എന്ന് ഖുർആൻ പറഞ്ഞെടുത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞെടുത്ത് അൽ ദുൽഹിജ്ജിൻ്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് എന്ന് മുഫസ്സിറുമാർ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് വിശ്വാസികളെ, മുൻഗാമികളായ ആളുകൾ അതിനുവേണ്ടി പ്രത്യേകമായ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമൊക്കെ നടത്തിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളെ കയ്യിലുള്ള ഈ അവസരത്തെ ഒരു നിലക്കും കളഞ്ഞു കുളിക്കരുത്. വകാന സഈദ് ഇബ്നു ജുബൈർ റഹ്മഹുല്ലാ ഇദാ ദഖല അയ്യാമുൽ അശ്രി, ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ, ദുൽഹിജ്ജ 1 പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെ ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദ,
ശക്തമായിട്ടുള്ള ഒരു പരിശ്രമം നടത്തും. ഹത്താ മാ യകാദു യഖ്ദിറു അലൈഹി, അദ്ദേഹത്തിന് സാധിക്കും പ്രകാരമൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ഒരുക്കം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുക, അമലുകളിൽ, സൽക്കർമ്മങ്ങളിൽ, തഹ്ലീലുകളിൽ, തക്ബീറുകളിൽ നമ്മൾ മുഴുകുക. അപ്രകാരം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനിരിക്കുന്നത്, ഇനി ഇൻഷാ അല്ലാഹ് ഉലൂഹിയ്യത്ത് കർമ്മത്തിന് വേണ്ടി നമ്മുടെ മഹല്ലത്തിൽ നിന്ന് പല ആളുകളുമൊക്കെ അത് നിയ്യത്താക്കിയ ആളുകളുണ്ടാവും. ഉലൂഹിയ്യത്ത് കർമ്മം നിർവഹിക്കാനുള്ള നിയ്യത്ത് വെച്ചിട്ടുള്ള ആളുകളുണ്ട്, അതിന്റെ ഷെയർ കൂടിയിട്ടുള്ള ആളുകളുണ്ടാവും. ഇനി കൂടാൻ കഴിയുന്ന ആളുകൾക്കും കൂടാനുള്ള അവസരങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ട്. ആ സമയവുമാണ്, സന്ദർഭമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള കാര്യം, ഇദാ റഅയ്തുമുൽ ഹിലാല മിൻ ദിൽഹിജ്ജ, ദിൽഹിജ്ജയുടെ മാസപ്പിറവി ദർശിച്ച് കഴിഞ്ഞാൽ ഉലൂഹിയ്യത്ത് കർമ്മത്തിന് വേണ്ടി അതിന് കൂടിയിട്ടുള്ള, അതിൽ പങ്കെടുക്കുന്ന ആളുകൾ, അത് ഓഹരി കൊടുത്തിട്ട് മാടുകളെ അറുക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഒറ്റക്ക് ആടിനെ അറുക്കുന്ന ആളുകളാണെങ്കിലും തന്നെ അവർ എന്ത് ചെയ്യരുത്? അവരുടെ നഖം മുറിക്കുകയോ അവരുടെ മുടി എടുക്കുകയോ വെട്ടുകയോ ചെയ്യാൻ പാടില്ല. ശരീരത്തിലെ രോമങ്ങളെ വടിച്ചു കളയോ മുറിച്ചു കളയോ ചെയ്യാൻ പാടില്ല. അവരുടെ നഖം മുറിക്കാൻ പാടില്ല. ദുൽഹിജ്ജ 1 മാസപ്പിറവി കണ്ടാൽ എന്നാണോ അവർ ആ ഉലൂഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്നത്, അത് ബലിപെരുന്നാളിന്റെ അന്ന് ദുൽഹിജ്ജ 10-നാണോ അല്ലെങ്കിൽ അയ്യാമു തശ്രീഖിന്റെ 11, 12, 13 ദിവസങ്ങളിലാണ്, അതുവരെ എടുക്കാൻ പാടില്ല. ആ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. നമുക്ക് ലഭിച്ച അവസരങ്ങളെ, ഈ വരുന്ന പുണ്യകർമ്മങ്ങൾ ഇൻഷാ അള്ളാഹ് എന്നാൽ ചെയ്യാൻ കഴിയുന്നത് ചെയ്യുമെന്ന നിയ്യത്താക്കി അതിന് പ്ലാൻ ചെയ്തുകൊണ്ട് ഇപ്പോഴേ നമ്മൾ ഒരുങ്ങുക. നമ്മുടെ കുടുംബത്തെ സജ്ജമാക്കുക. എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനേക്ക് വേണ്ടി ഒരുങ്ങുക. പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു അവസരമാണ്. നമുക്കല്ല കനിഞ്ഞു നൽകിയ ആ റഹ്മത്തിനെ ഉപയോഗപ്പെടുത്തി നാളെ അംബിയായിന്റെ, ഔലിയായിന്റെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ കൂടെ സ്വർഗ്ഗലോകത്ത് പ്രവേശിക്കാൻ അധ്വാനിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.